നമസ്കാരം ഗൈസ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഒരു വീട് നമുക്കിന്ന് സെയിലായിട്ട് വന്നിട്ടുണ്ട്. റെഡി ടു മൂവ് ഓൺ ആയിട്ടുള്ളൊരു വീടാണ്. ഗുഡ് ഷെപ്പേർഡ് സ്കൂളിൻ്റെ അവിടെ നിന്ന് 700 മീറ്റർ, മലയൻകീഴ് ഗുഡ് ഷെപ്പേർഡ് സ്കൂളിൻ്റെ അവിടെ നിന്ന് 700 മീറ്റർ മാത്രം മാറി വരുന്ന ഒറ്റ നില വീടാണ് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു എലിവേഷനും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു കിടിലം വീടാണ് നമുക്ക് ഈ കാണുന്നത്. സെൻട്രൽ സിറ്റിയിൽ നിന്ന് ഒരു 10 കിലോമീറ്ററും ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് നമുക്ക് ഈ ഒരു വീടിന് വരുന്നത്. പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് വർക്കെല്ലാം പണി ചെയ്ത് തീർത്ത് റെഡി ടു മൂവ് ഓൺ ആയിട്ട് കിടക്കുന്ന ഒരു വീട് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോൻ്റെ ഫുൾ ഡീറ്റെയിൽസിലൂടെ നമുക്കൊന്ന് കിടക്കാം. ഒരു ബോക്സി മോഡൽ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീടിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും വിശാലമേറിയ ഒരു ഫ്രണ്ട് എൻട്രൻസ് ആയതുകൊണ്ട് തന്നെ വീടിനകത്ത് കാറും കാര്യങ്ങളൊക്കെ കയറാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഒരുപാട് നമുക്ക് വന്നിട്ടുണ്ട്. ഫ്രണ്ടേജ് നമുക്ക് ഇതുപോലെ തന്നെ ടാറിട്ട റോഡ് ഫ്രണ്ടേജാണ് നമുക്ക് ഈ വീടിൻ്റെ വരുന്നത്. ഫ്രണ്ടേജ് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ആയിട്ടും ഇൻ്റർലോക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഒരു കാറൊക്കെ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഈ ഒരു ഫ്രണ്ടിൽ തന്നെ കിട്ടുന്നുണ്ട്. മെയിൻ വാട്ടർ സോഴ്സ് നമുക്ക് കിണറാണ്. കൂടാതെ പൈപ്പ് കണക്ഷൻ ഉണ്ട്. കിണറിൻ്റെ പ്ലേസ്മെൻ്റ് ആണ് ഈ കാണുന്ന ഈ ഇരിക്കുന്നതാണ് വീടിൻ്റെ കിണറെന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടേജ് എന്ന് പറയുമ്പോൾ. വീടിൻ്റെ മെയിൻ സിറ്റൗട്ടാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സിറ്റൗട്ട്. ഈ ഒരു കുഞ്ഞൻ ബഡ്ജറ്റഡ് വീടിന് ചേർന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സിറ്റൗട്ട് നമുക്ക് ഈ ഒരു വീടിന് വന്നിട്ടുണ്ട്. 2 സ്റ്റെപ്പ് നമുക്ക് എൻട്രൻസ് എല്ലാം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഒരു എൻട്രി നമുക്ക് ഇട്ടിട്ടുള്ളത്. പ്രീമിയം രീതിയിലുള്ള ടൈൽസും കാര്യം തന്നെയാണ് ഈ കംപ്ലീറ്റ് വീട് മുഴുവൻ നമുക്ക് ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗിലായിട്ട് തന്നെ സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്തുകൊണ്ടാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫ്രണ്ട് മെയിൻ ഡോർ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് നമുക്ക് പ്ലാവിൻ തടിയിലാണ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. 2 പാളി വരുന്ന ഡോറാണ് ഇത് കാണുന്നത്. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ഫ്രണ്ട് ഡോറാണ് കാണുന്നത്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തോട്ട് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഇൻറ്റീരിയർ ഭാഗം എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല വിശാലമേറിയ ഒരു സ്പേസും കാര്യങ്ങളുണ്ട്. നമുക്ക് ഈ ഒരു വീടിൻ്റെ ഇൻറ്റീരിയർ ഭാഗം ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് വീടിൻ്റെ ലിവിങ് ഏരിയ സ്പേസ് എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ നമുക്കിവിടെ വരുന്നുണ്ട്. TV യൂണിറ്റ് ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു ലിവിങ് ഏരിയ തന്നെയാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് നമുക്ക് നല്ല ക്യൂട്ടായിട്ട് ചെയ്തിട്ടുള്ള ഒരു TV യൂണിറ്റ് ഏരിയ. സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനായി കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു TV യൂണിറ്റ് ഏരിയ. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗെല്ലാം തന്നെ നമുക്ക് ഈ ഒരു ഡിസൈൻ ഫോൾ സീലിംഗ് ആണ് വന്നേക്കുന്നത്. സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റാണ് ഡെക്കറേഷനായിട്ട് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയ പ്ലസ് ലിവിങ് ഏരിയ കോൺസെപ്റ്റ് തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. 16x20 ഡയമെൻഷനാണ് നമ്മുടെ ഈ ഒരു ലിവിങ് ഏരിയ പ്ലസ് ഡൈനിങ് ഏരിയയ്ക്ക് വേണ്ടിയിട്ട് വരുന്ന ഡയമെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും പ്രീമിയം രീതിയിലുള്ള ടൈൽസ് തന്നെയാണ് നമുക്ക് താഴെയെല്ലാം ഫ്ലോറിനെല്ലാം ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയയുടെ ഭാഗത്താണ് ഈ ഒരു ഏരിയ നമുക്ക് വന്നിട്ടുള്ളത്. സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയ നമുക്കിവിടെ തന്നെ കിട്ടുന്നുണ്ട്. അവിടെ നമുക്ക് മുകളിൽ ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡിസൈനിലെ ഫോൾ സീലിംഗ് ആണ് നമുക്ക് ചെയ്തേക്കുന്നത്. ഡൈനിങ് ഏരിയയ്ക്ക് വേണ്ടിയിട്ടായിട്ടുള്ള വാഷ് ഏരിയ നമുക്കിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വാഷ് കൗണ്ടർ ഏരിയയാണ് വന്നേക്കുന്നത്. നല്ല ക്വാളിറ്റി ഫിറ്റിങ്സും കാര്യങ്ങളും തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. താഴെ സ്റ്റോറേജ് സ്പേസും അതുപോലെ തന്നെ മിററും എല്ലാ കാര്യങ്ങളും നമുക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു വാഷ് കൗണ്ടർ ഏരിയ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഇതിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് കിച്ചൺ വരുന്നത്. ഓപ്പൺ മോഡുള്ള രീതിയിലുള്ള ഒരു കിച്ചൺ തന്നെയാണ് ഈ ഒരു വീടിന് ചെയ്തേക്കുന്നത്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉൾപ്പെടെ നമുക്ക് വരുന്ന അടിപൊളിയായിട്ട് ഉള്ള ഒരു കിച്ചൺ തന്നെയാണ്. ഹാങ്ങിങ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ കിച്ചണിൻ്റെ ഭാഗത്തോട്ട് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് കിച്ചൺ. 10x10 ഡയമെൻഷൻ വരുന്ന കിച്ചണാണ്. ഫ്ലോറിംഗ് എല്ലാം നല്ല മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസും കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ തന്നെയാണ്. മുകളിലും താഴെയുമായിട്ട് ഒരുപാട് ക്യാബിനറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ അട്രാക്റ്റീവായിട്ട് തോന്നാനായിട്ട് സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷനാക്കിയാണ് നമുക്ക് ഈ ഒരു ക്യാബിനറ്റ്സിൻ്റെ താഴെയൊക്കെ നമുക്ക് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു വീട് 3 BHK ആണ്. 3 ബെഡ്റൂം വരുന്ന വീടാണ്. അപ്പോൾ നമുക്കിനി നേരെ വീടിൻ്റെ ബെഡ്റൂമിലോട്ടൊന്ന് പോവാം. ബെഡ്റൂം എല്ലാം നമുക്ക് ഈ ഒരു ഭാഗത്താണ് നമുക്ക് ബെഡ്റൂം എല്ലാം ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം വിശാലമേറിയ ബെഡ്റൂം സൈസും കാര്യങ്ങളെല്ലാം നമുക്ക് ഈ റൂമിൽ കിട്ടുന്നുണ്ട്. 11x12 ഡയമെൻഷൻ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിന് വരുന്നത്. ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സും കാര്യങ്ങളും യൂസ് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ബാത്റൂം ഫിറ്റിങ്സും കാര്യങ്ങളും തന്നെയാണ് യൂസ് ആക്കിയിട്ടുള്ളത്. ഫ്ലോറിംഗ് എല്ലാം നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് നമുക്ക് ഇട്ടിട്ടുള്ളത്. പിന്നെ നമുക്ക് നേരെ വീണ്ടും രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് പോവാം. ഈ കാണുന്ന ഈ സൈഡിലാണ് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. 12x11 ഡയമെൻഷൻ വരുന്ന ബെഡ്റൂം സൈസ് നമുക്കിവിടെ തന്നെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം സൈസ് തന്നെയാണ്. ഇത് ഒരു വാൾ റൂഫ്സും കാര്യങ്ങളെല്ലാം നമുക്കിവിടെ ഓൾറെഡി ഇൻബിൽഡായിട്ട് ചെയ്തിട്ടുണ്ട്. ഫ്ലോറിംഗ് എല്ലാം നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളതും. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്.
ക്വാളിറ്റി ഫിറ്റിങ്സും കാര്യങ്ങളും തന്നെയാണ് ഈ ഒരു ബാത്റൂമിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഗ്രിപ്ഡ് ആയിട്ടുള്ള ടൈൽസ് തന്നെയാണ് നമുക്ക് ഫ്ലോറിങ്ങിലെല്ലാം നമുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി കാണുന്നതാണ് നമുക്ക് വീടിൻ്റെ ഏറ്റവും അവസാനത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഈ കാണുന്നതാണ് മൂന്നാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂം നമുക്ക് അത്യാവശ്യം വലിയ സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. 12x14 ഡയമെൻഷൻ വരുന്ന ബെഡ്റൂം സൈസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഒരു വാൾറൂപ്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇവിടെ നമുക്ക് ഇൻബിൽഡായിട്ട് ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. 6Kൻ്റെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് നമുക്കിവിടെ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്ലോറിംഗ് എല്ലാം നല്ല ഗ്രിപ്ഡ് ആയിട്ടുള്ള ടൈൽസും കാര്യങ്ങളും തന്നെയാണ് നമുക്ക് ഇവിടെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ബാത്റൂം എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ നമ്മുടെ മലയൻകീഴ് ഗുഡ് ഷെപ്പേർഡ് സ്കൂളിൻ്റെ അടുത്തുള്ള ഈ ഒരു നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആണ് നമ്മളിപ്പോൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത്. മലയൻകീഴ് ജംഗ്ഷനിൽ നിന്ന് വെറും 1 കിലോമീറ്റർ മാത്രം മാറി ഗുഡ് ഷെപ്പേർഡ് സ്കൂളിൻ്റെ അവിടെ നമുക്കൊരു 700 മീറ്റർ മാറി വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു വീട്, ഒറ്റ നില വീടാണ്. അപ്പോൾ ഇത്ര നല്ല മനോഹരമായ വീട് 4 സെൻറ്റ് സ്ഥലത്ത് 1000 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിട്ടുള്ള നല്ല അടിപൊളി വീട് നമുക്ക് സെയിലിനായിട്ടുള്ളത്. ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും 42 ലക്ഷമാണ്. 42 lakhs ആണ് നമുക്കിതിൻ്റെ ചോദ്യം എന്ന് പറയുമ്പോഴത്തേക്കും. തികച്ചും നെഗോഷ്യബിൾ തന്നെയാണ് ഈ ഒരു പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഈ ഒരു പ്രൈസ് നമുക്ക് നെഗോസിയേഷൻ സംസാരിക്കാനോ ലൊക്കേഷൻ ഡീറ്റെയിൽസ് കൂടുതലായിട്ട് അറിയാനോ വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനോ കേട്ടോ ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത നമ്പറിലോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ലോൺസ് ഫെസിലിറ്റീസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിലും ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതിയായിരിക്കും. ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് ലോൺസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക.